പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ റുബീന, മോളെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നതെന്ന്. ഒരുപാട് ചോദിച്ചിട്ടൊന്നും അവളൊന്നും പറയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഒരു സംഭവം എനിക്ക് കാണിച്ചു തരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കും വല്ലാണ്ട് സങ്കടം വന്നു. സങ്കടം അടക്കാൻ പറ്റാതെ നമ്മൾ 3 പേരും പൊട്ടിക്കരഞ്ഞുപോയി. പൊട്ടിക്കരയാനുള്ള കാരണവുമുണ്ട്. എൻ്റെ മോളും ഇതുപോലെയായിരുന്നു. ഈ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി ഒരുപാട് എഴുത്തുകൾ എഴുതും. നമ്മുടെ ബർത്ത്ഡേ വരാൻ മുന്നേ അവൾ എഴുതി തയ്യാറാക്കും ഒരുപാട് വരികൾ. അത് വായിച്ചാൽ തന്നെ സങ്കടം വരും. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അത് എടുത്ത് വായിക്കാറുമുണ്ട്. മുൻകൂട്ടി അവൾ എഴുതി വെക്കും ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ഒരുപാട് സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരുപാട് കുത്തി വരച്ച ഒരുപാട് അക്ഷരങ്ങൾ. ഉപ്പക്കും ഉമ്മക്കും സമ്മാനിക്കാൻ വേണ്ടി ഒരുപാട് ഗ്രീറ്റിംഗ് കാർഡുകൾ തുണ്ടു പേപ്പറുകൾ കൊണ്ട് ഒട്ടിച്ചുണ്ടാക്കി അതിൽ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ഒരുപാട് എഴുത്തുകളാണ്. അത് വായിച്ചാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വരും. ബർത്ത്ഡേ വരുമ്പോഴും വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴും ഇവളുടെ ഒരു സമ്മാനമാണത്. അത് ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ച് വൃത്തിയിൽ അത് സൂക്ഷിച്ചു വെക്കും. ഒരു ദിവസം ഞങ്ങൾക്ക് 100 രൂപയുടെ ഒരു ഡയറി മിൽക്ക് തന്നു. ഞാൻ ചോദിച്ചു, മോൾക്ക് ഇത് വാങ്ങിക്കാൻ എവിടുന്ന ക്യാഷ് കിട്ടിയത്? അവളുടെ ഒരു വർഷത്തെ സമ്പാദ്യമായിരുന്നു അത്. ആരൊക്കെയോ കൊടുത്ത ഒരു വർഷത്തെ സമ്പാദ്യമായിരുന്നു 600 രൂപ. അതുകൊണ്ട് അത് കൂട്ടിവെച്ച് വാങ്ങിച്ച് നമുക്ക് സമ്മാനിച്ച മകള്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കരയാതിരിക്കുക? ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞ് കരഞ്ഞു പോകും. ഞാൻ വിഷയത്തിലേക്ക് പോകാം. പാലക്കാട് നടന്ന റോഡ് അപകടത്തിൽ മരണപ്പെട്ടത് 4 പൊന്നുപോലുള്ള പെൺകുട്ടികളാണ്. അതിലൊരു മോളുടെ എഴുത്താണ് ആ ഉമ്മക്ക് കിട്ടിയിരിക്കുന്നത്. അത് വായിച്ചാണ് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയത്. പനയമ്പാടത്ത് റോഡരികിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥികളുടെ ഓറി മറിഞ്ഞ് മരണപ്പെട്ട അതിലൊരു മോളുടെ എഴുത്താണ് കിട്ടിയിരിക്കുന്നത്. ആയിഷ എന്ന പൊന്നുമോള് ഉമ്മയുടെ ജന്മദിനത്തിന് കൊടുക്കാൻ വേണ്ടി എഴുതി വച്ച എഴുത്താണ്. മരണപ്പെട്ട് 8 ദിവസം കഴിഞ്ഞ് ഉമ്മ മോളുടെ റൂമിൽ കയറി പഠന പുസ്തകങ്ങളും മറ്റുമെല്ലാം ഒരുക്കി വെക്കുമ്പോഴാണ് ഈ ഒരു എഴുത്ത് ഉമ്മക്ക് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ആയിഷ മോള് ഉമ്മക്ക് ജന്മദിനത്തിന് കൊടുക്കാൻ തയ്യാറാക്കി വെച്ച ഒരു എഴുത്തായിരുന്നു അത്. അതാണ് വായിച്ച് നമ്മൾ പൊട്ടിക്കരഞ്ഞു പോയത്. പ്രിയപ്പെട്ട ഉമ്മ, ഇത് നിങ്ങളുടെ ജന്മദിനമാണല്ലോ. 42 വയസ്സുള്ള ഉമ്മയുടെ ജീവിതം കരഞ്ഞു തീർത്തു. ഇനി മുതൽ ഉമ്മ ചിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഒരു മകള് ഉമ്മക്ക് വേണ്ടി എഴുതിയ എഴുത്താണ് ഞാൻ വായിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും എഴുതിയിട്ടുണ്ടാകും അല്ലേ? പക്ഷെ ഈ സ്നേഹക്കുറിപ്പ് വായിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മം വെക്കാൻ ആ മകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പടച്ചറബ്ബേ, ആ ഉമ്മ ഇപ്പോഴും ആ എഴുത്ത് വായിച്ച് കരയുകയാണ്. മോളെ, നിന്റെ ആഗ്രഹം നീ കത്തിലൂടെ അറിയിച്ചു. നീ പറയുന്നത് പോലെ ആ ഉമ്മ ചിരിക്കുന്നത് നീ എങ്ങനെയാണ് കാണുക മോളെ? ആ ഉമ്മക്ക് ചോദിക്കാനുള്ളതായിരിക്കും ഇത്. ഏപ്രിലാണ് ഉമ്മയുടെ ജന്മദിനം. അന്നത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ എഴുതി തയ്യാറാക്കി വെച്ച എഴുത്താണത്. ഉമ്മയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഈ എഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാമല്ലേ? അത് വായിച്ചാൽ അറിയാം, ആരായാലും ഒന്ന് പൊട്ടിക്കരഞ്ഞു പോകും. കത്തിൽ ആയിഷയുടെ ഒപ്പും വിരലടയാളവുമുണ്ട്. ആയിഷ മരിച്ച് 8 ദിവസം കഴിഞ്ഞ് പഠനമേശ വൃത്തിയാക്കുമ്പോഴാണ് ഉമ്മ സജനക്ക് ഒട്ടിച്ച ഈ പോസ്റ്റൽ കവർ കണ്ടത്. അത് കണ്ടതും ഉമ്മ പൊട്ടിക്കരച്ചിലാണ്. കരയാതിരിക്കോ? പടച്ച റബ്ബേ, ആ ഉമ്മക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ. ആ മക്കളുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് ഈ മക്കൾ സ്വർഗത്തിലൊരു മുതൽക്കൂട്ടാകണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ.
ഒരു മാതാപിതാക്കൾക്കും ഇതുപോലൊരവസ്ഥ നീ കൊടുക്കല്ല റബ്ബേ. മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ ഖബറിൽ കിടക്കണമെന്ന് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളാണ് റബ്ബേ. അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം റബ്ബേ. ഇനി അങ്ങോട്ടുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതം നീ അവർക്ക് കൊടുക്കണം റബ്ബേ. അവർക്ക് മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും നീ മുക്തി കൊടുക്കണം റബ്ബേ. സന്തോഷമുള്ളൊരു ജീവിതം നീ അങ്ങോട്ട് കൊടുക്കണം റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവർ, ഒരു മരണ വാർത്തയുണ്ട്, എല്ലാവരും ദുആ ചെയ്യണം. എന്നോടുള്ള ദേഷ്യം മരിച്ചവരോട് കാണിക്കരുത്. ചിലർക്കൊക്കെ എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം. ആ ദേഷ്യമൊക്കെ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. പൊരുത്തപ്പെടണം. ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. കാസർഗോഡ് സ്വദേശിനി സുമയ്യ കുവൈത്തിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് ചൂരി സ്വദേശിനി കുവൈത്തിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുമയ്യ 36 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 16 ദിവസമായി ഹദാന് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. കണ്ണൂർ വെറ്റിലപ്പള്ളി സ്വദേശിയായ സുമയ്യ അഹമ്മദ് അൽ മഗ്രിബ് കമ്പനി കുവൈത്ത് ഹെഡ്, കാസർഗോഡ് ചൂരി സ്വദേശി മൻസൂർ ചൂരിയുടെ ഭാര്യയാണ്. നേരത്തെ ദുബായിലായിരുന്നു ഇവര്. മൻസൂറിന്റെ ജോലി മാറ്റത്തെ തുടർന്ന് 6 മാസം മുമ്പാണ് സുമയ്യ മക്കളും കുവൈത്തിലേക്ക് എത്തിയത്. പനി അധികരിച്ചതിനാൽ ആശുപത്രിയിൽ എത്തിച്ച ഇവരുടെ നില ഗുരുതരമാവുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമായിരുന്നു. സുമയ്യയുടെ നില ഗുരുതരമായതിനാല് അവരുടെ മാതാപിതാക്കളും കഴിഞ്ഞ ആഴ്ച കുവൈത്തിലേക്ക് എത്തിയിരുന്നു. 7ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന 3 പൊന്നുപോലുള്ള മക്കളുണ്ട്. ആ മക്കൾക്ക് പടച്ച റബ്ബ് തന്നെ സംരക്ഷണം കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കണം. യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ആ യുവതിക്ക് പടച്ച റബ്ബ് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ. അവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കുമാറാകട്ടെ. ആമീൻ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടുമാറാകട്ടെ. ആമീൻ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബേ. ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് അർഷിന്റെ തണൽ നീ നൽകണ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ. ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബേ. ഉമ്മയില്ലാത്ത വിഷമം ആ മക്കളെ അറിയിക്കല്ലേ റബ്ബേ. പടച്ചതമ്പുരാനെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും ദുആ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. മരണപ്പെട്ടവരാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.